Hi guys, welcome back to my YouTube channel. So guys, ഞങ്ങൾക്ക് ക്രിസ്മസ് പരിപാടിയാണ് ഗൈസ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പം ഇന്ന് ഞങ്ങൾക്ക് നോർമലി ഞങ്ങൾക്ക് 11 കാലം വരെയാണുള്ളൂ. ഇന്ന് ഞങ്ങൾക്ക് തിങ്കളാഴ്ച ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് എക്സ്ട്രാ ഉച്ചയ്ക്ക് ശേഷം വെച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു മൂഡും ഇല്ല ഇന്നിപ്പം. പിന്നെ ഒന്നാമത് ഞാൻ കിളി പോയിട്ട് കൂടി ഇരിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് ഇന്ന് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഓപ്പറേഷനാണ് കാണിച്ചത്. അതൊരു പെണ്ണ് ആണാവുന്നത്. അത് കണ്ടപ്പോഴത്തേന് എനിക്ക് എനിക്ക് പറ്റിയൊരു സംഭവമല്ല ഇങ്ങനത്തെ ഒന്നും. എനിക്ക് മൊത്തം ബ്ലാങ്ക് ഔട്ടായിട്ടാണ് ഞാൻ ഇരിക്കേണ്ടത് അത് കണ്ടിട്ട്. സോ ഇനിയിപ്പോൾ വീട്ടിൽ പോയി ഒന്ന് ഫ്രഷായി പോകണം, തിരിച്ചിട്ട് പോകണം. സോ നമ്മുടെ കൂടെ ബിന്നി ചേച്ചിനെ നമ്മൾ വീട്ടിൽ പോകാണ്ട് പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ദിസ് ഈസ് ബിന്നി. ബിന്നി ചേച്ചി വീട്ടിൽ പോകാൻ ഓർത്തതായിരുന്നു, പക്ഷെങ്കിൽ ആരും വിട്ടില്ല. സോ എന്താണ് താങ്കൾക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്? പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഗൈസ് ഫുഡ് കിട്ടും. ഇനി വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ടൊക്കെ എടുക്കുന്നതായിരിക്കും ഗൈസ്. നിങ്ങളെല്ലാവരും റെഡിയായി പോവാൻ നോക്കുകയാണ്. ഇവളെ കാണാനൊരു പണ്ടത്തെ പക്ഷെ എൻ്റെ മുടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് ഞാൻ ഒന്നുകൂടി ശരിയാക്കണം. ആൻഡ് ഇതാണ് പുള്ളി ബാക്കിൽ നിന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. സോ ഗൈസ് നമുക്ക് ആരെ കാണാം? തണുപ്പായതുകൊണ്ട് അല്ലാണ്ട് കാണാൻ നല്ല രസമുണ്ട്. അല്ല ഇതിട്ടിട്ട് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ക്രിസ്ത്യൻ ബ്രൈഡായിട്ട് ഒരുങ്ങണം എന്നൊക്കെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ എൻ്റെ മുടി എനിക്ക് ഇഷ്ടമായിട്ടില്ല. മുടി എന്തോ ഒരു കുത്തിയത് ലൂസായിപ്പോയി. എന്നാൽ എനിക്ക് സമയം ഉണ്ടായിരുന്നു. എനിക്ക് വൈകുന്നേരം വരെ ക്ലാസ് ആയിരുന്നു. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ റെഡി ആയത്. ഞാൻ എത്തുമ്പോഴത്തേനും നോക്കുമ്പോഴത്തേക്ക് റെഡിയായി കഴിഞ്ഞ്. അവർക്ക് ഒട്ടും ടൈമില്ലല്ലോ. ഇത് കണ്ടോ? ഈ പേരെന്തോ അറിയോ? പേരൊന്നും അറിയില്ല, പക്ഷെ എന്തായാലും കൊള്ളാം. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഷൂളയിൽ എത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല, തണുപ്പ് ചെറിയ തണുപ്പുണ്ട്. പക്ഷെങ്കിൽ ഇറ്റ്സ് ഓക്കെ, വലിയ തണുപ്പൊന്നുമില്ല. അങ്ങനെ ഓക്കെ ഇതില്ലേ. ഹായ് പറയൂ. ഹലോ. നിന്നോട് ഞാൻ മിണ്ടൂല. നീ ഏതാ? ഇവളെന്നോട് ഞാൻ ചോദിച്ച ഒരാൾ എന്ത് പറയുന്നു ചോദിച്ചപ്പം ഇവളെന്നോടൊരു മലയാളം പറയുന്നു. ഒരു ഫ്രണ്ട് അങ്ങനെ പറയാൻ പാടുണ്ടോ? ഒരു ഫ്രണ്ട് അങ്ങനെ മലയാളം പറയുന്നു. സത്യല്ലേ പറഞ്ഞ കാര്യം. ഒരാൾ മലയാളം പറയുമ്പോ എന്താ പറയണം? മലയാളമല്ലേ പറയണേ. ഓക്കെ, ഇങ്ങനത്തെ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറയില്ല. അവള് പറഞ്ഞത് ഭയങ്കര തരുന്നാണ സാധനമായിരുന്നു. ഇതൊക്കെ 2000-ൽ തീർന്ന സാധനങ്ങളാണ്. അവളിപ്പോഴും 2000-ലുള്ളത്. അയ്യോ, ഇല്ല ഗൈസ്, പാവമാണ്. പാവം മോളാണേ. പാവം മോളല്ലേ. പാരീസ് പോയിട്ട് എങ്ങനെ ഉണ്ടായി? കൊള്ളായിരുന്നു. കുറെ നടന്നു. ഞങ്ങൾ 2 ദിവസം കൊണ്ട് 21 കിലോമീറ്റർ ഉണ്ടായിരുന്നു. വലിയ സുഖമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല ഈ ഫിലിം കണ്ടിട്ട്. എനിക്ക് പ്രത്യേകിച്ച് പോയപ്പോൾ തോന്നുന്നില്ലായിരുന്നു. പക്ഷെ പോകുന്ന ആൾക്കാരെ നിരാശപ്പെടുത്തുന്നില്ല, പോയി കാണണം. കാരണം കുറെ ആൾക്കാർക്ക് സ്വപ്നമല്ലേ. ഫ്രാൻസ് ഔട്ട് ഓഫ് പാരീസ് പോയല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. അയ്യോ, ഞാൻ ഫോണിൻ്റെ കേസൊക്കെ മാറ്റണമെന്ന് ഓർത്തു. എന്ത് സമയമില്ലാണ്ട് ഞാൻ
മദാം ഹായ്. മുടി ഇച്ചിരിയും കൂടെ ട്രൈ ആവാനുണ്ട്, നല്ല രസമുണ്ട്. യെസ്. ഹായ്. എടുത്തോ? ഇതെടുത്ത സോഫ്റ്റ്. ഞാൻ മുടി മാറ്റി കെട്ടണോ? നല്ല രസമുണ്ട് അത്. ഏകദേശം അല്ല നല്ല ബെൽ. നല്ലൊരു മ്യൂസിക് ഒക്കെ ഉണ്ട് ഇവിടെ. Okay, wir können das ausprobieren. Ja, ich würde sagen, wir können es einfach mal testen. Vielleicht kriegen wir ja was Gutes hin. Hey, ChatKI! നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം. കെട്ടിരിക്കുമ്പോ എന്റെ പ്ലേറ്റ് നിറഞ്ഞു പോയി. ഇഷ്ടായ ഫുഡ്? യോ ഫുഡ് ഇഷ്ടായോ? ആണോ? ഫുഡ് നല്ലായിരുന്നു. ഓരോരുത്തരായിട്ട് കാണിച്ചു തരാം. Augustin an der Seite von Eva war auch im Nachtdienst. ഒരു കൊല്ലായി. Jahre hat er es irgendwie hinbekommen, Beruf und Familie zusammen zu bekommen, obwohl er immer wieder ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ കൊള്ളൂലെന്ന്. und Feuer unserer Seite ist. ഞങ്ങൾ ജയിച്ചില്ല. പിന്നെ ഐശ്വര്യ വിശേഷം ഗൈസ്, ഐശ്വര്യക്ക് ഒരു വിശേഷമുണ്ട്. ഐശ്വര്യം ഉണ്ട്, എനിക്ക് ആരും ഇല്ലെങ്കിലും. ഗൈസ്, നമുക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് ഉണ്ട്, അത് വാങ്ങിക്കാൻ പോവാം. താങ്ക്
കഴിഞ്ഞ വീഡിയോയിൽ ഇവളാണ് എന്നെ പൊക്കി പറഞ്ഞത്. ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു അങ്ങ് പൊക്കി പറഞ്ഞ പേരില് ഞാൻ അലറിയിട്ട് സംസാരിച്ചു. എന്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു ആത്മാർത്ഥമായ വാക്കുകളെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യാനല്ലേ? അവരെല്ലാവരും എവിടെയാ പോയേ? അത് കളയാൻ ഞങ്ങൾ തളർന്നു. കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് ബാക്കി പോയി തുള്ളാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്താൻ പോവാണ്.